കൂട്ടുകാരെ, ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ പുറത്ത് ഭയങ്കര സ്നോയാണ് ചേച്ചി, നമുക്കിന്ന് പുറത്ത് പോയാലോ എന്ന് രണ്ടുപേരും കൂടെ ചോദിച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, എന്നാൽ വായോ നമുക്ക് പുറത്തോട്ട് ഇറങ്ങി നടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് നടക്കണത് കേട്ടോ. സ്നോ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും എപ്പോൾ സ്നോ കണ്ടാലും അതൊരു പുതിയ അനുഭവമാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്, എന്താ പറയുക, എല്ലാ കൊണ്ടും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. എങ്കിൽ പോലും ഇത് കാണുമ്പോൾ നമുക്ക് എന്തോ ഒരു മനസ്സിന് വല്ലാത്ത സന്തോഷമാണ്. അതുകൊണ്ട് തന്നെ ഞാനും അവരോടൊപ്പം കൂടി. കാലൊക്കെ ഭയങ്കര വേദനയാണ്, വെള്ളമെല്ലാം ഭയങ്കര വേദനയാണ്. 2 ജാക്കറ്റ് ഉണ്ട്, അകത്ത് വേറൊരു ജാക്കറ്റ് ഉണ്ട്, 2 ക്യാപ്പ് വെച്ചിട്ടുണ്ട്, ഗ്ലൗസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തണുപ്പാട്ടോ. എറിയുന്നവരുണ്ട്, മഞ്ഞിൽ എഴുതി കളിക്കുന്നവരുണ്ട്. പിന്നെന്താ പറയുക, നമുക്ക് ലൈഫിൽ കുറച്ച് മൊമെൻറ്റ്സല്ലേ ഉള്ളൂ. അത് കിട്ടുന്ന അത്രയും മൊമെൻറ്റ്സ് നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്യുക, അതെന്താണെങ്കിലും. അതുകൊണ്ട് തന്നെ ഇവർ വിളിച്ചപ്പോൾ ഞാനും കൂടി അവരുടെ കൂടെ. നമുക്ക് മുന്നേ പോയ ആൾക്കാരുടെ പാദങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് പണ്ടൊരു കഥയിൽ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കാൽപാദം നോക്കി പോയ ഒരു കഥ, വിക്രമാദിത്യൻ്റെ ഒരു കഥയാണേ. അതുപോലെ നോക്കി പോണോ വേണ്ടല്ലേ? അതിനിടയിൽ നമ്മൾ പൂച്ചക്കുട്ടൻ എന്താണ് ഈ തപ്പണേന്ന് നമുക്കറിയാൻ പാടില്ല. അവന് മനസ്സിലായില്ലേ എന്തോ സ്നോ ആണെന്ന്. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും എനിക്ക് തലയ്ക്ക് വല്ല ഓളം ഉണ്ടോയെന്ന് കേട്ടോ. പക്ഷേ എന്നെപ്പോലെ ഓളമുള്ള ഒത്തിരി മനുഷ്യരെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. എന്ത് ചെയ്യണം എന്നറിയാൻ പാടില്ലാതെയാണ് അവരെല്ലാവരും ചെയ്യുന്നത്. കാരണം എത്ര തണുപ്പെന്ന് പറഞ്ഞാലും നമുക്കൊരു എക്സൈറ്റ്മെൻ്റ് ആണേ. കുറച്ച് കഴിയുമ്പോൾ എന്താ പറയുക, കൈ വേദന എടുക്കും, കാൽ വേദന എടുക്കും, തണുത്തിട്ട് നിൽക്കാൻ പാടില്ല ഒക്കെയാണ്. പക്ഷെ എന്നാലും നമ്മുടെ മനസ്സിന് എന്തോ ഒരു സന്തോഷമാണ് ഇത് കാണുമ്പോൾ. എന്താ പറയുക, ഇപ്പോൾ 10 മണിയായി, നല്ല പകല് പോലെ വെട്ടം തോന്നുന്നില്ലേ? എന്തോ ഒരു ഭയങ്കര സന്തോഷം കേട്ടോ. സോനു മുഖം ആലോട്ട് താക്കുന്നോ? ചുമ്മാ ആക്കി വെക്ക്. നമുക്കിനി പോരാളി സോനുവിന്റെ കുറച്ച് കലാപരിപാടികൾ കാണാവേ. അങ്ങനെയല്ല, മുഖം ഇതിനകത്താക്കി ചുമ്മാ ആക്കി മൂക്ക് മാത്രം. നിന്റെ മൂക്ക് പെട്ടെന്ന് തൊടും. നോക്കിയ മണം ഉണ്ടോ? എന്താ പറയാ, ഞാൻ എന്ത് പറഞ്ഞാലും സോനു അതുപോലെ കേൾക്കും. ഇവിടെല്ലാം വെള്ളമല്ലേ? ഈ കാലൊക്കെ നിങ്ങക്ക് വിരൽ വേനെടുക്കുന്നുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. കാറിന്റെ മുതലാളികളൊക്കെ മുകളിൽ നിന്ന് നോക്കുന്നുണ്ടായിരിക്കും. എടുത്ത് കളഞ്ഞിട്ടേ പിള്ളേർ ഫോട്ടോ എടുക്കാൻ നിൽക്കുന്നു. പക്ഷെ ഒരു രസമല്ലേ? മാത്രം നിന്നാ സ്നോ വായിക്കത്തേ ഉള്ളൂ. ഇത് വണ്ടി വരെ മാറിയില്ലേ? അപൂർവമായി കിട്ടുന്ന ഒരു പ്രതിഭാസമാണ്. അതെ, ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. കാലിന്റെ വെള്ളം നമ്മൾ ഈ സ്നോയിൽ കൂടെ നടക്കുമ്പോൾ സൂക്ഷിക്കണം കേട്ടോ. അറിയാതെ ഞാനൊന്നും കാല് തന്നെയാ, നാളെ ഡ്യൂട്ടിക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം നടക്കാൻ. ചെറിയൊരു മഴയുണ്ട്, അതുകൊണ്ട് തന്നെ അധികം സ്നോ നിൽക്കുന്നില്ല. അത് പെട്ടെന്ന് തന്നെ വെള്ളമായി പോകും. അയ്യോ, ഞാനിപ്പോൾ വീണു എന്ന് വിചാരിച്ചു, ഭാഗ്യത്തിന് വീണില്ല. ഇനി തണുപ്പത്തുനിന്ന് പോവാം, ഒരു ചൂട് കാപ്പി കുടിക്കാം, അത് പൊളിക്കും.